നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LDC ഫൈനൽ റിവിഷനിൽ ധനതത്വശാസ്ത്രം എന്ന ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ നികുതികൾ എന്ന ഭാഗത്തു നിന്നും PSC 2023-24 കാലഘട്ടങ്ങളിൽ ചോദിച്ച ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇത് മോക്ക് ടെസ്റ്റ് ആയി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കിയേ: സേവന നികുതി, വിനോദ നികുതി, വ്യക്തിഗത ആദായ നികുതി, പരസ്യ നികുതി. ഇതിൽ പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? ആൻസർ കിട്ടിയോ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ, വ്യക്തിഗത ആദായ നികുതി. വ്യക്തിഗത ആദായ നികുതിയാണ് പരോക്ഷ നികുതി അല്ലാത്തത്. അപ്പൊ പരോക്ഷ നികുതി ഏതൊക്കെയാണ്? എക്സൈസ് നികുതി, വിനോദ നികുതി, വിൽപ്പന നികുതി, സേവന നികുതി, GST, കസ്റ്റംസ് തീരുവ, ഇതെല്ലാം പരോക്ഷ നികുതികളാണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന: കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. രണ്ടാമത്തെ പ്രസ്താവന: വസ്തുനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ: കോർപ്പറേറ്റ് നികുതി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. ഏതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 3ഉമാണ് ശരി അല്ലെ. പ്രസ്താവന 1ഉം 3ഉമാണ് ശരി. ഏതൊക്കെയാണത്? കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്, ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന: കോർപ്പറേറ്റ് നികുതി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. ആ പ്രസ്താവനയും ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോർപ്പറേറ്റ് നികുതിയാണ് അല്ലെ. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം ഏതാണ്? കോർപ്പറേറ്റ് നികുതിയാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നികുതിയേതര മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ പൊതുമേഖലാ കമ്പനികളുടെ ലാഭവും പലിശയും ഡിവിഡൻഡുമാണ് എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ കിട്ടുന്നുണ്ടോ? ആദ്യത്തെ പ്രസ്താവന നോക്കാം. ഓപ്ഷൻ എ: GST എന്നതിന്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. ആ പ്രസ്താവന ശരിയാണ് അല്ലെ. രണ്ടാമത്തേത്: 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. ശരിയാണോ? ശരിയല്ല അല്ലെ. 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. മൂന്നാമത്തെ ഓപ്ഷൻ: 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. നാലാമത്തെ ഓപ്ഷൻ: ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? എയും സിയും ശരിയാണ് എന്നതാണ് ആൻസർ അല്ലെ. എയും സിയും ശരിയാണ്. ഏതൊക്കെയാണ്? GST എന്നതിന്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. അത് രണ്ടും ശരിയാണ്. അപ്പോ ഇതൊരു പ്രത്യക്ഷ നികുതിയാണോ? അല്ല. GST ഒരു പരോക്ഷ നികുതിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എപ്പോൾ? വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. PSC ഒരുപാട് തവണ ആവർത്തിച്ചു അല്ലെ. ഏതാണ്? ജൂലൈ 1, 2017 എന്നതാണ് ആൻസർ. 2017 ജൂലൈ 1-നാണ് GST ഇന്ത്യയിൽ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം: 2017 ജൂലൈ 1-ന് ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏത്? ഏതാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, കേന്ദ്ര വിൽപ്പന നികുതി, ആദായ നികുതി, സേവന നികുതികൾ. ആൻസർ കിട്ടിയോ? ഏതാണ് ആൻസർ? ആൻസർ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആദായ നികുതിയാണ്. ആദായ നികുതിയാണ് 2017 ജൂലൈ 1-ന് ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി. ആദായ നികുതി ഏതാണ്? ആദായ നികുതി പ്രത്യക്ഷ നികുതികളിലാണ് ഉൾപ്പെടുന്നത് അല്ലെ. പ്രത്യക്ഷ നികുതിയാണ്. GST എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ GST കൗൺസിലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? GST കൗൺസിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ: ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ 32 അംഗങ്ങളുണ്ട്. അത് തെറ്റാണ് അല്ലെ. ഏതാണ് ആൻസർ വരിക? 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങൾ ഉണ്ട് എന്നതാണ് ആൻസർ. ഓപ്ഷൻ ബി: 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങൾ ഉണ്ട് എന്നതാണ് ശരിയായ ആൻസർ.
അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. GST ബിൽ നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇതൊക്കെയാണ് ഓപ്ഷൻ എ കോളത്തിലുള്ളത്. 2005 ഓഗസ്റ്റ് 23, 1950 മാർച്ച് 15, 2017 ജൂലൈ 1, 1951 ഏപ്രിൽ 1. അപ്പൊ ഏതാണ് ചേരുംപടി ചേർക്കുക? ആൻസർ കിട്ടുന്നുണ്ടോ? നമുക്ക് നോക്കാം. GST ബിൽ നിലവിൽ വന്നു എപ്പോഴാണ്? 2017 ജൂലൈ 1 അല്ലെ? 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു എപ്പോഴാണ്? 1950 മാർച്ച് 15. ബി ആണ് ചേരുക. മൂന്നാമത്തെ ഓപ്ഷൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എപ്പോഴാണ് വന്നത്? 2005 ഓഗസ്റ്റ് 23 അല്ലെ? അപ്പൊ 3A. നാലാമത്തെ ഓപ്ഷൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു എപ്പോഴാണ്? 1951 ഏപ്രിൽ 1. അപ്പൊ 4D ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് ശരി. 1C, 2B, 3A, 4D. അപ്പൊ നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ നോക്കാം. ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർദ്ധിത നികുതിയാണ് GST അഥവാ ചരക്കു സേവന നികുതി അല്ലെ? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് GST എന്ന് ചോദിച്ചാൽ അത് 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 2016. 22ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണെന്നും കൂടി ഓർത്തു വെക്കുക. എത്രാമത്തെയാണ്? 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് GST. അതുപോലെ തന്നെ GST ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8 എന്നുകൂടി ഓർത്തു വെക്കണേ. GST ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും ചേർന്നിട്ടാണ്. എപ്പോഴാണ്? 2017 ജൂൺ 30. വേദി സെൻട്രൽ ഹാൾ ആണ് അല്ലെ? പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ ആണ് GST ഉദ്ഘാടനം ചെയ്ത വേദി ചോദിച്ചാൽ അത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ ആണെന്നും കൂടി ഓർത്തു വെക്കാം. അപ്പൊ GSTയുടെ ആപ്തവാക്യം എന്താണ്? വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. അതൊന്ന് പഠിച്ചു വെക്കണേ. വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. അതാണ് GSTയുടെ ആപ്തവാക്യം. GST നടപ്പിലാക്കാൻ ഭരണഘടനയനുസരിച്ച് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിരുന്നു അല്ലെ? അപ്പൊ GST നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 ജൂലൈ 1. ആ ഡേറ്റ് മറക്കാതെ പഠിക്കണം. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് അസമാണ്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അസമാണ്. GST ബിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ ആണ്. GST ബിൽ പാസാക്കിയ 16ാമത്തെ സംസ്ഥാനം ഏതാണ്? അത് ഒഡീഷയാണ് കേട്ടോ. GST ബിൽ പാസാക്കിയ 16ാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. സ്റ്റേറ്റ് GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാനയാണ്. സ്റ്റേറ്റ് GST ബിൽ അല്ലെ? SGST. അപ്പൊ സ്റ്റേറ്റ് GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. സ്റ്റേറ്റ് GST ബിൽ കേരള നിയമസഭ പാസാക്കിയത് 2017 ഓഗസ്റ്റ് 17 ഓർത്തു വെക്കുക. 2017 ഓഗസ്റ്റ് 17. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. GSTയുടെ കീഴിൽ വരുന്ന നിരക്കുകൾ ഏതൊക്കെയാണ്? PSC ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? 0%, 5%, 12%, 18%, 28% അല്ലെ? ഓൺലൈൻ ഗെയിം GST നിരക്ക് എത്രയാണ്? 28%. ഓൺലൈൻ ഗെയിം GST നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 28%. ഇപ്പോ GST 50ാമത്തെ GST കൗൺസിലിൽ വെച്ച് വർദ്ധിപ്പിച്ചതാണ്. അത് ആദ്യം 18% ഇപ്പോ ഓൺലൈൻ ഗെയിം GST നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 28% പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നികുതികൾ എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച വസ്തുതകളും നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ കൂടുതലൊന്നും ഇതിൽ നിന്നും പഠിക്കാനില്ല. അപ്പോൾ എല്ലാവരും മോക്ക് ടെസ്റ്റ് ആയി തന്നെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.